എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 63 ശ്ലോകം 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെതാ ശ്രീകൃഷ്ണനും മഹാദേവനും തമ്മിലുള്ള അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10, 11 ശങ്കരാനുചരാൻ ശൗരി ഭൂതപ്രമഥഗുഹ്യകാൻ ദാഗിനീർയാദുധാനാംശ്ച വേതാളാൻ സവിനായകാൻ പ്രേതമാതൃപിശാചാംശ്ച കൂഷ്മാണ്ഡാൻ ബ്രഹ്മരാക്ഷസാൻ രാവയാമാസ തീക്ഷ്ണാഗ്രൈ ശരൈ ചാർംഗധനുശ്ച്യുതൈ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അതിതീക്ഷ്ണങ്ങളായ ബാണങ്ങൾ പ്രയോഗിച്ച് ആ ശിവന്റെ മഹാദേവന്റെ അനുചരന്മാരായ ഭൂതങ്ങള്, പ്രമഥങ്ങള്, ഗുഹ്യകന്മാര്, ഡാഗിനികള്, യാതുദാനന്മാര്, വിനായക സഹിതരായ വേതാളങ്ങള്, പ്രേതങ്ങള്, മാതൃക്കള്, പിശാചുക്കള്, കൂഷ്മാണ്ഡങ്ങള്, ബ്രഹ്മരാക്ഷസന്മാര് ഇവരെല്ലാം ഓടിച്ചു. ഭഗവാന്റെ ആ ബാണങ്ങളേറ്റ് അവരെല്ലാവരും ഓടിപ്പോയി. പൃഥക് വിധാനി പ്രായുക്ത പിനാക്യസ്ത്രാണി ശാർങ്കിണേ പ്രത്യസ്ത്രൈ ശമയാമാസ ശാർംഗപാണി അവിസ്മിത. പിനാകം എന്ന ആയുധം ധരിച്ചിരിക്കുന്ന മഹാദേവൻ ശ്രീകൃഷ്ണന്റെ നേർക്ക് പലതരത്തിലുള്ള ബഹുവിധ അസ്ത്രങ്ങള് പ്രയോഗിച്ചു. ശാർംഗം എന്ന ധനുസ് ധരിച്ചിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു പരിഭ്രമവും കൂടാതെ പ്രത്യസ്ത്രങ്ങൾ പ്രയോഗിച്ച് അവയെല്ലാം ശമിപ്പിച്ചു. ബ്രഹ്മാസ്ത്രസ്യ ച ബ്രഹ്മാസ്ത്രം വായവ്യസ്യ ച പാർവതം ആഗ്നേയസ്യ ച പാർജന്യം നൈജം പാശുപതസ്യ ച. എങ്ങനെയൊക്കെയാണ് അസ്ത്രങ്ങൾ പ്രയോഗിച്ചതെന്ന് പറയാണ്. ശിവൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തെ ബ്രഹ്മാസ്ത്രം കൊണ്ട് തടുത്തു. വായവ്യാസ്ത്രത്തെ പാർവതാസ്ത്രം കൊണ്ടും ആഗ്നേയാസ്ത്രത്തെ പാർജന്യാസ്ത്രം കൊണ്ടും പാശുപതാസ്ത്രത്തെ നാരായണാസ്ത്രം കൊണ്ടും ശമിപ്പിച്ചു. അപ്പൊ ഈ വായുവിനെ തടുക്കാൻ പർവ്വതത്തിന് ശക്തി ഉണ്ട്. അതുകൊണ്ട് വായവത്തിന് പ്രത്യസ്ത്രം പർവ്വതം. തീനെ ശമിപ്പിക്കാൻ ജലത്തിന് ശക്തി ഉള്ളത് കൊണ്ട് ആഗ്നേയാസ്ത്രത്തിന് പ്രത്യസ്ത്രം പാർജന്യം. പാർജന്യം എന്ന് പറഞ്ഞാൽ ജലം ആയിട്ടുള്ളത്. മോഹയിത്വാതു ഗിരിശം ജൃംഭണാസ്ത്രേണ ജൃംഭിതം ബാണസ്യ പൃതനാം ശൗരി ജഘാനാസികദേശുഭി. അങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാൻ ജൃംഭണാസ്ത്രം പ്രയോഗിച്ചു. ജൃംഭണാസ്ത്രം ഉപയോഗിച്ച് ശിവനെ മോഹിപ്പിച്ച് ബാണങ്ങള്, വാള്, ഗദ എന്നിവ കൊണ്ട് ബാണന്റെ സൈന്യത്തെ മുഴുവൻ വധിച്ചു. സ്കന്ദ പ്രദ്യുമ്ന ബാണൗഘൈ അർദ്യമാനസമന്തത അസൃക് വിമുഞ്ചൻ ഗാത്രേഭ്യ ശിഖിനാവാക്രമത് രണാത്. ശ്രീകൃഷ്ണന്റെ പുത്രനായിട്ടുള്ള പ്രദ്യുമ്നൻ ശിവന്റെ പുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ നേർക്ക് ബാണങ്ങൾ വർഷിച്ചു. അപ്പോ സ്കന്ദൻ അവയവങ്ങളെല്ലാം മുറിപ്പെട്ട് ശിവപുത്രനായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ നേർക്ക് പ്രദ്യുമ്നൻ ബാണങ്ങൾ പ്രയോഗിച്ചപ്പോ സുബ്രഹ്മണ്യ സ്വാമി അവയവങ്ങളെല്ലാം മുറിപ്പെട്ട് രക്തമൊഴുകി. ഉടനെ തന്റെ വാഹനമായ മയിലിന്റെ മുകളിൽ കയറിയിട്ട് യുദ്ധസ്ഥലത്ത് നിന്നും ഓടിപ്പോയി എന്നാ പറയണത് സ്കന്ദൻ. കുംഭാണ്ഡ കൂപകർണശ്ച പേതദുർമുസലാർദ്ധിതൗ ദുദ്രൂസ്തദനീകാനി ഹതനാഥാനി സർവതാ. ബലരാമനോടുകൂടി യുദ്ധം ചെയ്ത കുംഭാണ്ഡനും കൂപകർണനും ആ മുസലത്തിന്റെ അടിയേറ്റ് വീണു. രണ്ടുപേരും മുസലം ബലരാമസ്വാമിയുടെ ഒലക്ക കൊണ്ടുള്ള അടി കൊണ്ട് വീണു രണ്ടുപേരും. അവരുടെ സൈന്യങ്ങള് സ്വാമി വീണപ്പോ അവർക്ക് യുദ്ധം ചെയ്യാൻ പേടിച്ചിട്ട് അവര് ജീവനും കൊണ്ട് ഓടിപ്പോയി. വിശീര്യമാണം സ്വബലം ദൃഷ്ട്വാ ബാണോത്യമർഷണ കൃഷ്ണമഭ്യദ്രവൽ സംഖ്യേ രഥീഹിത്വൈവ സാത്യകിം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാണേറ്റിട്ട് തന്റെ സൈന്യങ്ങൾ മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാത്വികയോട് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ബാണാസുരൻ ആ സാത്വികയെ വിട്ടിട്ട് വേഗം തേരിൽ കയറി
യുദ്ധത്തിനായിട്ട് ശ്രീ ഭഗവാന്റെ അടുത്തേക്ക് പാഞ്ഞു. ധനുംഷ്യാകൃഷ്യയുഗപത് ബാണ പഞ്ചശതാനി വൈ ഏകൈകസ്മിൻ ശരൗ ദ്വൗ ദ്വൗ സന്ദധേ രണദുർമദ. യുദ്ധത്തില് അതിഗർവിഷ്ഠനും 1000 ബാഹുക്കളുള്ളവനുമായ ബാണൻ ശ്രീകൃഷ്ണന്റെ നേർക്ക് വന്ന ഉടനെ 500 വില്ലുകള് ഒരേ സമയത്ത് ഞാണ് വലിച്ചു കെട്ടി ഓരോന്നിലും ഈ 2 ബാണങ്ങൾ തൊടുത്തങ്ങോട്ട് വിട്ടു ശ്രീകൃഷ്ണ ഭഗവാന്റെ നേർക്ക്. താനി ചിച്ഛേദ ഭഗവാൻ ധനുംഷി യുഗപത് ഹരി സാരഥിം രഥമശ്വാംശ്ച ഹത്വാ ശംഖമപൂരയത്. മഹാപരാക്രമിയും അനന്ത ഗുണസമ്പന്നനുമായ ഭഗവാൻ ശ്രീഹരി ആ 500 വില്ലുകളും ഒരേ സമയത്ത് അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു എന്ന് മാത്രമല്ല, ബാണന്റെ സൂതനെയും തേരിനെയും കുതിരകളെയും എല്ലാം സംഹരിച്ചു. എന്നിട്ട് വിജയസൂചകമായിട്ട് പാഞ്ചജന്യം കൊണ്ട് ശംഖധ്വനി പുറപ്പെടുവിച്ചു. ഇത് കണ്ടപ്പോ ബാണന്റെ അമ്മ നഗ്നയായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുക. നഗ്നയായിട്ട് നിന്നാ ഓടിപ്പോവും എല്ലാവരും, അതറിയാം. അതിനു വേണ്ടിയിട്ട് തന്മാതാ കോടരാ നാമ നഗ്നാ മുക്ത ശിരോരുഹ പുരോവതസ്ഥേ കൃഷ്ണസ്യ പുത്രപ്രാണരിരക്ഷയാ. ബാണന്റെ അമ്മയായ കോടര എന്നവള് തന്റെ പുത്രനെ ഭഗവാൻ ഇപ്പൊ സംഹരിക്കും എന്ന് അത് മനസ്സിലാക്കിയിട്ട് വളരെ ദുഃഖായി ആ കോടരയ്ക്ക്. അപ്പൊ എന്ത് ചെയ്തു? പുത്രന്റെ പ്രാണൻ സംരക്ഷിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തലമുടി അങ്ങോട്ട് അഴിച്ചിട്ടു, മുഖത്തൊക്കെ അങ്ങോട്ട് തലമുടി വെതറി, എന്നിട്ട് നഗ്നയായിട്ട് ആലമുറയിട്ടും കൊണ്ട് ശ്രീകൃഷ്ണന്റെ മുമ്പിൽ വന്ന് അങ്ങോട്ട് നിന്നു. തഥാ സ്ഥിര്യങ്മുഖോ നഗ്നാം അനിരീക്ഷൻ ഗദാഗ്രജ ബാണശ്ചതാവത് വിരഥ ഛിന്നധന്വാവിശത്പുരം. വസ്ത്രഹീനയെ നോക്കരുത് എന്നാണ് ശാസ്ത്ര സിദ്ധാന്തം. അതുകൊണ്ട് ഭഗവാൻ ആ നഗ്നയായ അവളെ നോക്കാതെ മുഖം തിരിച്ചു നിന്നു. ആ തക്കത്തില് മുറിക്കപ്പെട്ട വില്ലോടും രഥത്തോടും കൂടിയ ബാണൻ രാജധാനിയിലേക്ക് അങ്ങോട്ട് പോയി. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.